നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ടുള്ളൊരു റേഡിയൻസും അതോടൊപ്പം തന്നെ ബ്ലെമിഷ് ഫ്രീ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം എംകഫേൻ്റെ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് വൈറ്റമിൻ സി ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എംകഫെ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫിയാണ്. കോഫി ഷീറ്റ് മാസ്ക് വിത്ത് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കിന്നിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഹൈഡ്രേറ്റ് ചെയ്യും, പിന്നെ ക്ലാരിഫൈ ചെയ്യും. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് സൂത്തൻ ചെയ്യാനും നല്ലൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനും ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയൊക്കെ നമ്മളെ സഹായിക്കും. അതുമാത്രമല്ല, ഇനിയിപ്പോൾ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്താൽ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഡീപ്പായിട്ടൊരു ഗ്ലോ, അതായത് റേഡിയൻസ് നമ്മുടെ സ്കിന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്കിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് നമ്മുടെ ഫേസിൽ അനുഭവപ്പെടാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ് ആണെങ്കിൽ തന്നെ എന്താ പറയുക, ഒരുപാട് ലാഗിങ് ഒന്നുമില്ല, ഡിലേ ഒന്നും അല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊരു നോർമൽ നമ്മുടെ DIY മാസ്ക് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് നന്നായിട്ട് മുഖം ക്ലെൻസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നന്നായിട്ട് പാട്രി ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു ഷീറ്റ് മാസ്കിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ ഒരു ക്ലെൻസർ, എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ സെറ്റഫിലിൻ്റെ ജെൻറ്റിൽ ക്ലെൻസറാണ് ഇപ്പം 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസർ യൂസ് ചെയ്ത് ഫേസ് നല്ലോണം വാഷ് ചെയ്യുക. അതിനുശേഷം പാട്രി ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഷീറ്റ് മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എംകഫേൻ്റെ ഷീറ്റ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു പാക്കിലാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 2 ഇയർ ഷെൽഫ് ലൈഫാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഷീറ്റ് മാസ്ക് എല്ലാം തന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ 149 രൂപയാണ് കേട്ടോ. അപ്പോൾ ഷീറ്റ് മാസ്ക് 149 രൂപ കൊടുത്ത് വാങ്ങാൻ മടിയുള്ള ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക, ട്രയൽ പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുക. ഏറെക്കുറെ നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുക്കണം. ഓൾമോസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. വേറെ ഒന്നുമല്ല, ഞാൻ സ്മിറ്റനിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ, അതായത് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കോഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. എൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ഓക്കെ, നമുക്കിത് പൊട്ടിക്കാം. നിങ്ങൾ മേക്കപ്പ് ഒക്കെ അത്യാവശ്യം ഇൻ കേസ് എന്താ പറയുക, ഒരുപാട് ഹെവി ആയിട്ട് യൂസ് ചെയ്തതിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സ്കിൻ കെയർ എന്നുള്ള പാർട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മേക്കപ്സ് ഒക്കെ എത്ര വലിയ പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിന് കുറച്ചധികം ഡാമേജസ് ഉണ്ടാക്കും. ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, അതിലൊക്കെ അത്യാവശ്യം പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യം ഷെൽഫ് ലൈഫും കാര്യങ്ങളൊക്കെ 2 ഇയർ 1 ഇയർ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കാലയളവിൽ ബാക്ടീരിയാസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് എന്താണെങ്കിലും ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് കുറച്ചൊക്കെ ഡാമേജസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. സോ മസ്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്യുക, സ്കിൻ കെയർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഷീറ്റ് മാസ്ക് ഈ ഒരു രീതിക്കാണ് കേട്ടോ. ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, കൈയൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. നന്നായിട്ട് ആ ഒരു സെറം ഇതിൽ ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വീഡിയോയിൽ തന്നെ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് ഉണ്ട് കേട്ടോ. എൻ്റെ ചുണ്ടൊന്നും കാണുന്നില്ല. ഓക്കെ,
അയ്യോ മൂക്കിൻ്റെ ഭാഗം ഡിറക്ഷൻ ഓഫ് യൂസേജ് ഞാൻ എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന രീതിക്ക് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ മാസ്ക് ഓൺ ഫ്രഷ്ലി ക്ലെൻസ്ഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം. അതിനുശേഷം നമ്മൾ പാട്രി ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് കീപ്പ് ഇറ്റ് ഓൺ എത്ര മിനിറ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ 4-15 മിനിറ്റ്സ് ബിഫോർ റിമൂവിങ് ജെൻറ്റിലായിട്ട് പതിയെ റിമൂവ് ചെയ്യുക. ആൻഡ് പാറ്റ് ഇൻ ദ എക്സസ് സെറം ഓൺ ഫേസ് ആൻഡ് നെക്ക്. അപ്പോൾ ഫേസിലും നെക്കിലും സെറം നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ഓവർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഷീറ്റ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ജാഡ് റോളർ വെച്ചിട്ട് ഒന്ന് അപ്വേർഡായിട്ട് റോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീപ്പായിട്ട് ഈ ഒരു സെറം നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മൾ നെക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഷീറ്റ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ഭാഗം ഇവിടെ വരെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ജാഡ് റോളർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അപ്വേർഡ് ആക്കുമ്പം കുറച്ചൊരു കണ്ടില്ലേ ആ സെറത്തിൻ്റെ കണ്ടൻറ്റ് ഇതിൽ ഉണ്ടാവും. സോ നമുക്ക് അത് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ നെക്കിൽ ഇങ്ങനെ സ്പ്രെഡ് ഓവർ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി ഈ ഒരു കവറിൽ തന്നെ അത്യാവശ്യം എമൗണ്ട് ഉണ്ടാകും കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് കൈ വെച്ചിട്ട് ക്ലീൻ ആയിട്ടുള്ള കൈ ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, ഒരുപാടില്ല കേട്ടോ. ഈ ഒരു മാസ്കിൽ തന്നെ സാധാരണ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ഗാർണിയറിൻ്റെ മാസ്കാണ് തോന്നുന്നു ഞാൻ ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കണ്ടൻറ്റ് ആ ഒരു കവറിനുള്ളിലുണ്ടായിരുന്നു. ആ ഒരു ബേസിലാണ് നോക്കിയത്. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫിംഗർ ടിപ്സിലൊക്കെ ഒന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊക്കെ. എന്നിട്ട് നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് 15 മിനിറ്റിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മൾ നെക്കി പിഴിഞ്ഞിട്ട് നമുക്ക് കയ്യിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നല്ലൊരു സൂത്തിങ് ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, നല്ല എന്താ പറയുക, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് ഉണ്ട്. ഒന്ന് നന്നായിട്ട് റിഫ്രഷ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഷീറ്റ് മാസ്ക് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സ്റ്റോറേജിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ സൂക്ഷിക്കുക. അതായത് റൂം ടെമ്പറേച്ചറിലൊക്കെ മാക്സിമം കീപ്പ് ചെയ്യുക. ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്ലേസിലൊന്നും ഇത് കീപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 15 മിനിറ്റ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ഓവറും അതേപോലെ തന്നെ ജാഡ് റോളറൊക്കെ വെച്ചിട്ട് ഒന്ന് റോൾ ഔട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സെറം അതായത് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിട്ട് സെറം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. ജസ്റ്റ് ഒന്ന് കൈവച്ച് നമ്മൾ ഒന്ന് നോർമലി നമ്മൾ സെറമൊക്കെ അപ്ലൈ ചെയ്ത് ആ ഒരു രീതിക്ക് ഒന്ന് അപ്വേർഡായിട്ടൊന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിൽ അത്യാവശ്യം സെറം കണ്ടൻറ്റ് ഉണ്ടാവും. സോ അത് നമ്മൾ ഇതേപോലെ നമ്മുടെ ഹാൻഡിലൊക്കെ ഒന്ന് കൊടുക്കുക. ഈ ഒരു മാസ്ക് നന്നായിട്ട് ഹാൻഡിലും പിന്നെ നമ്മുടെ ലെഗിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. എനിക്ക് ഈ ഒരു ഫേസ് മാസ്ക് അതായത് നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തപ്പം റിസൾട്ട് ചെയ്യാൻ പറ്റിയ കാര്യം നന്നായിട്ട് സെറം പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു ഡീപ്പ് ഗ്ലോ അല്ലെങ്കിൽ എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ളൊരു റേഡിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ കയ്യിലും കാലിലും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ നമുക്ക് വേണ്ടത്രത്തോളം സെറംസിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്നുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ഈ ഒരു കഫേൻ്റെ അതായത് കോഫി വിത്ത് വൈറ്റമിൻ സി ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തപ്പം ഹോണസ്റ്റ്ലി തോന്നിയ കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.
അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.